ഭാഗ്യം. കവളലിന് മാത്രം പൊട്ടലില്ല. എന്നാലും വാതുറക്കാതെ എങ്ങനെ വല്ലതും കഴിക്കുമെന്തോ. ഈ സിനിമാക്കാരന്മാര് കണ്ണിച്ചോരയില്ലാത്തവന്മാരാ. കാണുന്ന പോലല്ല. ഇടിയുടെ വെയിറ്റ് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. എപ്പോഴേ മൂത്രം ഒഴിക്കാൻ നിൽക്കുന്നു, ഒന്നും പോയില്ലേ. അപ്പൊ അവിടെയും ബ്ലോക്കായി. അവിടെ കിടക്കട്ടെ. അളിയ, നിനക്ക് ഫീലിങ്സ് ഉണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒന്ന് നീ ഓർക്കണം, നിനക്ക് വേണ്ടിയാ ഈ സുഗുണൻ ഈ ഇടി മുഴുവൻ കൊണ്ടത്. താൻ മിണ്ടി പോരുത്. ഇടി കൊണ്ടിയാ തന്റെ കയ്യിലിരിപ്പിന്റെയാ. സിനിമാക്കാരന്റെ അത്ര മണക്കുന്ന ജീവിതം മോഹിച്ചിട്ടല്ല ഞാൻ ഇതുമായിട്ട് ഇറങ്ങിയത്. ഇതിലൊരു കഥയുണ്ടോ? ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുടെ കഥ, എന്റെയും നിന്റെയും കഥ. അളിയ, നീ വലിയവനാടാ. വെറുമൊരു കള്ളനായി എന്റെ കഥ നീ സിനിമയാക്കണല്ലേ. നിനക്ക് എന്താ തരേണ്ടത്? ചോദിക്ക്. ചോദിക്കാൻ പൂക്കുട്ടിയുടെ ഓസ്കാർ ഞാൻ പൂക്കുറ്റി പോലെ അടിച്ചു മാറ്റി നിനക്ക് തരട്ടെ. പക്ഷെ ഒരു കാര്യം, മുറി ചെന്നിട്ട് ഈ കഥയുടെ എന്റെ ഭാഗം മാത്രം നീ എനിക്ക് പറഞ്ഞു തരണം. ഞാനൊന്ന് അറിയട്ടെ, ഞാൻ ആരാണ്, എന്റെ അച്ഛൻ ആരാണ്, എന്റെ അമ്മ ആരാണെന്ന് എനിക്കൊന്നും അറിയണ്ടേ. ഈ സൂര്യൻ എവിടെ താമസിക്കുന്നറിയോ? അതൊക്കെ എനിക്കറിയാം. ഈ രാത്രി കൊണ്ടെല്ലാം അവസാനിക്കണം. കുറെ നാളായി ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കണം. ഇതൊന്ന് ഇറക്കി വെക്കണം. വാ. അങ്ങനെ പെട്ടെന്ന് പോകാൻ വരട്ടെ. അയാളുടെ റൂമിനകത്ത് എങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്. എന്നാ പോവാം. അകത്ത് കയറി കഥ പറഞ്ഞിട്ടേ പുറത്തു വരാവൂ. പിന്നെ കഥ പറയുമ്പോൾ നിർത്തിയേ പറയാവൂ, എന്നാലേ ഭാവം വരൂ. കേട്ടല്ലോ? ചെല്ലേ. ഓ ഈശ്വര, ഇവന് ദീർഘായുസ് കിട്ടേണമേ.